അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹി ബാബുനാ തബാറക ഹിത്വാനുനാ യാസീൻ സഖഫുനാ കാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായത്തുനാ ഹാമീം ഐൻ സീൻ ഖാഫ് ഹിമായത്തുനാ ഫസയകഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം. സമാദരണീയരായ അധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗം ഉസ്താദ് ബഹാവുദ്ദീൻ അദ്വി അവർകളെ, വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈകിയ സമയത്ത് കൂടുതൽ പ്രസംഗിക്കുന്നില്ല. വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിച്ചതാണ് നമ്മുടെ നവോത്ഥാന സമ്മേളനം. അതുകൊണ്ട് തന്നെ ക്ഷീണവും തളർച്ചയും മനുഷ്യ സഹജമാണ്. സ്വാഭാവികമായി കൊണ്ടും ആളുകൾ പെട്ടെന്ന് പരിപാടി അവസാനിക്കണമെന്ന് കരുതുകയും പ്രത്യേകിച്ച് രോഗികളെല്ലാം സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്ന താല്പര്യത്തോടു കൂടി നേരത്തെ പിരിയുകയും ചെയ്യും. അതൊരു സ്വാഭാവികത മാത്രമാണ്. അതുകൊണ്ട് കുറെ കസേരകൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരമാണ്, അത് ഉപയോഗപ്പെടുത്താം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് മുതലക്കുളത്ത് സമസ്തയുടെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു സംഗമത്തിന്റെ സമാപനത്തോടടുക്കുന്ന സമയത്ത് ആദരണീയനായ അബ്ദുസമദ് ബുക്കോട്ടൂർ സാഹിബ് പ്രസംഗിച്ചു. ആ പ്രസംഗ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന കസേരകൾ കുറച്ച് ഒഴിഞ്ഞാണ്. സ്വാഭാവികമായി അവിടെയും വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിച്ച പരിപാടിയും 9 മണിക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണവുമായതുകൊണ്ട് തന്നെ സദസ് അവസാന സമയത്തേക്കൊന്ന് ഒഴിയും. അത് സഹജമാണ്, സ്വാഭാവികമാണ്, സർവ്വസാധാരണയാണ്. പക്ഷെ അത് മാത്രം സോഷ്യൽ മീഡിയയിൽ പകർത്താൻ വേണ്ടി ക്യാമറയും എടുത്തിറങ്ങുന്നവർ എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്ന് അവർ വിശദീകരിച്ചാൽ തിരക്കേടില്ല. ഇതാണോ സംഘടനാ പ്രവർത്തനം? ഇതാണോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? ഇതാണോ സമസ്ത നമ്മെ നാളിത് വരെ പഠിപ്പിച്ചത്? അതാണെങ്കിൽ നമ്മളും നമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് അവരോടൊപ്പം ചേരാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. കോഴിക്കോട് ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈലി പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടുകൂടി ധാരാളം ആളുകൾ വന്നിരുന്നു. പിന്നെ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് സ്വാഭാവികമായ ആളുകൾ നേരത്തെ തന്നെ പിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ അസൗകര്യത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു ഞാനില്ല. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയുടെ നേതൃത്വമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞാൻ ഏതായിരുന്നാലും കോഴിക്കോട്ടെ പരിപാടി സംബന്ധിക്കുന്നില്ലെന്ന്. പക്ഷെ പങ്കെടുക്കുമെന്ന് ചില പ്രതീക്ഷിച്ചിരുന്നു, പോസ്റ്ററൊക്കെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികത ചിലർ നേരത്തെ പിരിഞ്ഞു. ആ സമയത്താണ് സമദ് സാഹിബിന്റെ പ്രഭാഷണം. ഞാനിത് പറയുന്നത് ഇതൊന്നും ഒരു പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങേണ്ട കാര്യമല്ല. പക്ഷെ സമസ്തയുടെ പ്രചാരകരാണ്, ആദർശ പ്രബോധകരാണ് എന്ന നാട്യത്തിൽ ചിലർ കാണിക്കുന്ന വികൃതികൾ ഈ സമൂഹത്തിൽ എത്രമാത്രം ചെറുതായി അവർ പോകുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 12ഓളം മേഖലാ സംഗമങ്ങൾ നടന്നു കഴിഞ്ഞു. അവിടെയൊക്കെ തന്നെ നവോത്ഥാന സംഗമങ്ങളായതുകൊണ്ട് ഈ വിഷയം തന്നെയാണ് അവിടെ പറഞ്ഞത്. അതിനാൽ 12 മേഖലാ സമ്മേളനങ്ങളിൽ, മേഖലാ സംഗമങ്ങളിൽ 11 കഴിഞ്ഞ ശേഷം നടക്കുന്ന ഒരു സമാപന സംഗമമാണ് എന്നതുകൊണ്ട് തന്നെ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുകൊണ്ടും വരുന്ന ഒരു ജനാവലി അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല, കരുതിയിട്ടുമില്ല. അതിന് മാത്രം കോഴിക്കോട് മുതലക്കുളത്ത് ഒരു സൈഡ് ഭാഗത്ത് മാത്രം ഒരു 500 ചെയറിട്ട് കൊണ്ട് സംവിധാനിച്ചതാണ്. ഇൻഡോറിൽ നടത്താവുന്നതാണ്. കോഴിക്കോട് അതിന് പറ്റുന്ന ഒരു ഇൻഡോർ സംവിധാനം ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടല്ലാത്തത് ടൗൺ ഹാള് മാത്രമാണ്. ടൗൺ ഹാള് ഈ സമയത്ത് ലഭ്യമല്ലാത്തതുകൊണ്ട് മാത്രമാണ് മുതലക്കുളത്തിനൊരു ഭാഗത്തേക്ക് മാറ്റിയത്. ഞാൻ ഇതൊക്കെ പറയേണ്ടതല്ല. പക്ഷെ ചിലർ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്.
11 സമ്മേളനങ്ങൾ കഴിഞ്ഞ ശേഷം, സംഗമങ്ങൾ കഴിഞ്ഞ ശേഷം സിറ്റിയിൽ നടക്കുന്ന ഒരു ജില്ലാതല സമാപന സംഗമത്തിന്റെ സ്വാഭാവികത മനസ്സിലാക്കുന്നവർക്ക് അത് അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ കുറച്ച് മുമ്പ് കോഴിക്കോട് മുതലക്കുളത്ത് സമസ്ത കേരള സുന്നി മാലി ഫെഡറേഷന്റെ ഐതിഹാസികമായ മഹാസംഗമം വഖഫ് സംരക്ഷണ സമ്മേളനത്തിന്റെ പേരിൽ വഖഫ് സംരക്ഷണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൂടെ നടന്നിട്ടുണ്ട്. അത് SMF സമ്മേളനം നടത്തുന്നത് പുത്തരിയല്ല, സംഘത്തിന്റെ ബോധത്തിൽ നിന്നത് പ്രചരിപ്പിക്കാനുള്ള കരുത്തുറ്റ പ്രസ്ഥാനമാണ് സുന്നി മാലി ഫെഡറേഷൻ. അതുകൊണ്ട് സമ്മേളനങ്ങളൊക്കെ അങ്ങനെ നടക്കും. അതിനാൽ ചിലർ ഒഴിയുന്ന കസര എവിടെയാണോ അത് ഫോട്ടോയിൽ പകർത്തി ജനങ്ങളുടെ മുമ്പിൽ അങ്ങും ഇങ്ങും പറയാനുള്ള ഒരു തേൻ പുരട്ടുന്ന ഇബ്ലീസിന്റെ പണി തുടരുന്നവർക്ക് അത് തുടരാമെന്നല്ലാതെ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറയലേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ, നിർബന്ധിക്കാൻ ഞങ്ങൾ കൊണ്ട് പറ്റില്ല. ഇത് നവോത്ഥാന സംഗമമാണ്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നവോത്ഥാനം എന്ന വാക്ക് തിരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിയുന്നത് എഴുത്തച്ഛന്റെ ഇരുത്തം വന്ന എഴുത്തിന്റെ മലയാള ഭാഷയുടെ പിതാവിന്റെ തുടക്കം കുറിക്കപ്പെട്ട മണ്ണിൽ വെച്ചുകൊണ്ട് നവോത്ഥാനത്തെ നമുക്ക് പറയുമ്പോൾ 500 വർഷത്തിന്റെ മുമ്പത്തെ പഴക്കമുണ്ടാവും. ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ സൂചനയുമായി കടന്നു വരും. ഞാൻ എൻ്റെ വാക്ക് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. നവോത്ഥാനം എന്നത് ചിലർക്ക് മാത്രമുള്ള ഒരു വാക്കായി ഉപയോഗിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷാഫിയാജിയും ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തിഷ്ടുക്കൾ അതിനെ ഉപയോഗിക്കുന്നത് നവീനാശയത്തിന്റെ പുനരാവിഷ്കാരമാണ് നവോത്ഥാനം എന്നാണ്. യാഥാസ്ഥികന്മാരാണ് സുന്നികൾ. ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം അത് അതേപടി തന്നെ തുടരുന്നവരാണ് സുന്നികൾ. അതുകൊണ്ട് തന്നെ സുന്നികൾ യാഥാസ്ഥികന്മാരാണ്. പക്ഷെ അവർ നവോത്ഥാനത്തിനെതിരല്ല. അതുകൊണ്ട് തന്നെ യാഥാസ്ഥികത്വം എന്ന പദവും നവോത്ഥാനം എന്ന പദവും വിപരീതമല്ല, പരസ്പരം ചേർന്ന് നിൽക്കേണ്ട 2 പദങ്ങളാണ്. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്ത് വ ജമാഅത്ത് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ നവോത്ഥാനം ശ്രദ്ധിച്ചു. വയ്യായികുണ്ടനും സഹോദരൻ അയ്യപ്പനും ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും 100 കൊല്ലത്തിനിടയ്ക്ക് നടത്തിയ നവോത്ഥാനം മാത്രമേ ചരിത്രത്തിൽ പലരും പറയാറുള്ളൂ. ഇപ്പൊ ചില ആളുകൾ ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം കിട്ടിയാൽ അതിനു വേണ്ടി ചുക്കാൻ പിടിച്ചാൽ അത് നവോത്ഥാനമായി, അതിന് പോലീസിനെ പറഞ്ഞയച്ചാൽ മുഖ്യമന്ത്രി നവോത്ഥാന നായകനായി എന്ന മിഥ്യാധാരണ ചില വെച്ച് പുലർത്തുന്നവരുണ്ട്. സ്ത്രീകൾ ശബരിമലയിലേക്ക് പോയ നവോത്ഥാനമായി എന്നത് പാർശ്വവൽകൃത നിലപാടുകൾ മാത്രമാണ്. അതേപോലെ തന്നെ ഐത്തോച്ചാടനത്തിനെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, തൊട്ടുകൂടായ്മക്കെതിരെ നിരന്തരമായ നിതാന്തമായ സമര പോരാട്ടങ്ങൾ ഈ രാജ്യത്ത് കേരളക്കടയിൽ നടന്നിട്ടുണ്ട്. ശ്രീ നാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നവോത്ഥാനമാണ് എന്ന് പറയുമ്പോൾ അത് അവരവരുടെ മതവുമായി ബന്ധപ്പെട്ട തൊട്ടുകൂടായ്മയുടെ ജീർണ അവസ്ഥക്കെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ അത് നവോത്ഥാനമായി പറയുന്നതിൽ പരാതി നമുക്കില്ല. പക്ഷെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണാത്മകമായിരിക്കുന്ന സമര പോരാട്ടത്തിന് നായകത്വം വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ സുന്നി നായകന്മാരാണ്. ആ നായകന്മാർ 500 വർഷം മുമ്പ് ആരംഭിച്ച നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ട്. ഇത് പൊന്നാനിയുമായി ബന്ധപ്പെട്ട, തിരൂരുമായി ബന്ധപ്പെട്ട, അറബിക്കടലിന്റെ തീരുമായി ബന്ധപ്പെട്ട പോർച്ചുഗീസ് വിരുദ്ധ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഇന്നലകൾ പറയുന്ന നാടാണ്. ഇവിടെയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീന്റെ സമര പോരാട്ടങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കിതാബ് എഴുതിയത്. അതാവട്ടെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥവുമാണ്. മലയാളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. അതിനു മുമ്പ് ഒരു ഒരു കേരളത്തിന്റെ ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല. സാക്ഷാൽ കേരളത്തിന്റെ ചരിത്രം ബന്ധപ്പെട്ടുകൊണ്ട് വേലായുധൻ പണിക്കശ്ശേരി എഴുതി വെച്ചത് മലയാള ഭാഷ വന്ന ശേഷമാണ്, പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും ശേഷമാണ്. പക്ഷെ അതിന് മുമ്പ് മലയാള ഭാഷയിലല്ലെങ്കിലും അറബി ഭാഷയിൽ മലയാള ചരിത്രം, കേരളത്തിന്റെ ചരിത്രം എഴുതിയിട്ടുള്ളത് തുഹ്ഫത്തുൽ മുജാഹിദീനിലാണ്. ആ തുഹ്ഫത്തുൽ മുജാഹിദീന്റെ രചയിതാവ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണെങ്കിൽ കേരള ചരിത്രം തുടങ്ങി വെക്കുന്നത് അവിടെയാണ്. അതെന്തുകൊണ്ട് നവോത്ഥാന നായകത്വത്തിന്റെ പട്ടികയിൽ ചില ചേർക്കുന്നില്ല? 100 കൊല്ലം മുമ്പായതുകൊണ്ടാണോ?
100 കൊല്ലം കൊണ്ട് പറയുന്നത് മാത്രമാണോ നവോത്ഥാനം? 500 വർഷം മുമ്പ് ഇവിടെ നടത്തിയിട്ടുള്ള പോരാട്ടം മുസ്ലിമിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ പൗരന്റെ സംരക്ഷണത്തിന് വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെ നടത്തിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ ഉണ്ടായിരുന്നത് കോഴിക്കോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂതിരി എന്ന ഹിന്ദു സഹോദരനാണ്. സാമൂതിരി മഹാരാജാവ് ഹൈന്ദവ വിശ്വാസിയാണല്ലോ. തന്റെ പൂജാമുറിയിൽ സകലമാന പ്രതിമകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ദിനേന പ്രാർത്ഥന നടത്തുന്ന തനിച്ചൊരു ഹിന്ദുവാണ് സാമൂതിരി. ആ സാമൂതിരി കോഴിക്കോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും പുലയനെയും ചെറുമനെയും ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെയും നായർ സമൂഹത്തെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന പോരാട്ടത്തിന്റെ ചരിത്രം പറഞ്ഞതും അതിനു വേണ്ടി ഫത്വ നൽകിയതും സുന്നി ആലിമീങ്ങളാണ്. നമുക്കറിയാം, കോഴിക്കോട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് പോകുകയല്ല, കൂടുതൽ വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അന്ന് സമര പോരാട്ടത്തിന്റെ ഖുതുബ നിർവഹിച്ച മഹാന്റെ പേരാണ് ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ എഴുതിയതാണ് അൽ ഖുതുബത്തുൽ ജിഹാദിയ. മഹാനവറുകളുടെ കിതാബ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഖുതുബ അൽ ഖുതുബത്തുൽ ജിഹാദിയ. അതിൽ ഒന്നാം ഖുതുബയിൽ അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. മുസ്ലിം ഉമ്മത്തിനോട് അദ്ദേഹം ഖുതുബയിലൂടെ പറയുന്നു, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജിക്കും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. മറ്റൊരായത്ത്, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദൻ ഫീ സബീലിഹി. ഈ രണ്ടായത്തുകൾ ബഹുമാനപ്പെട്ടവർ മുമ്പിൽ വെക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെ സമര പോരാട്ടത്തിലേക്ക് നയിക്കാനാണ്. നിങ്ങൾ കടലിൽ വെച്ചുകൊണ്ട് യുദ്ധം ചെയ്താൽ റസൂലുള്ളാഹി പറയുന്നു, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, എന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ ഖുതുബ ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചത്. അതിൽ പ്രചോദിതമായി കൊണ്ടാണ് കുഞ്ഞാലിമരക്കാരും കുഞ്ഞാലിമരക്കാർ പടകളും പടവാള എന്ത് ചെയ്ത്. ആ ഖുതുബയിൽ പറയുന്നത് ബദറിന്റെ പോർക്കളത്തിൽ പടവെട്ടാൻ വേണ്ടി മുസ്ലിം സൈന്യാധിപർക്ക് കൊടുത്ത നിർദ്ദേശമാണ് പറയുന്ന ആയത്തെങ്കിൽ, അതേ ആയത്ത് സാമൂതിരി എന്ന ഹിന്ദുവിന്റെ അധികാരം സംരക്ഷിക്കാൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നടത്താൻ സുന്നി പണ്ഡിതന്മാർ ഫത്വ കൊടുക്കുന്നു. അതിന്റെ അർത്ഥം ഇസ്ലാമിലെ ജിഹാദ് ഹിന്ദുവിനെതിരല്ല. ഇസ്ലാമിലെ ജിഹാദ് മുസ്ലിമീങ്ങളായി മാത്രം ജീവിക്കണം, അല്ലാത്തവർക്ക് നാട് വിട്ടു പോകണം എന്ന അർത്ഥത്തിലല്ല. സമാധാനപരമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാനാണ് ഇസ്ലാമിലെ ജിഹാദ്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ബഹുദൈവാരാധന രാജ്യത്തിന്റെ സെക്യുലർ ഗവൺമെന്റ് നിലനിൽക്കാൻ വേണ്ടി ജിഹാദ് നടത്തണം എന്നും അവിടെ ഷഹീദായാൽ ശുഹദാക്കളുടെ പ്രതിഫലം കിട്ടുമെന്നും പറയാൻ മാത്രം സുന്നി പണ്ഡിതന്മാരുടെ മതബോധം വികസിച്ചിരുന്നു എന്ന് പറയുന്നത് ശ്രീജിത്ത് എന്ന ചരിത്രകാരനാണ്. അതാണ് സെക്യുലറിസം. മഹാനായ ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ കോഴിക്കോടിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന, ഇന്ന് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉയർത്തി കാണിക്കുന്ന ഇന്ത്യൻ സെക്യുലറിസം, മതേതരത്വം, ആ അഭിമാനകരമായ സെക്യുലറിസത്തിന്റെ പിതാവ് 500 കൊല്ലം മുമ്പ് ഈ മലയാളക്കാർക്ക് പരിചയപ്പെടുത്തി തന്നത് ഷെയ്ഖ് സൈനുദ്ദീനും ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസുമാണ്. പറയുന്നത് ഞങ്ങളല്ല, MGS നാരായണൻ, ഡോക്ടർ KK കുറുപ്പ്, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ചരിത്രകാരന്മാരാണ്. അതാണ് നവോത്ഥാനമെങ്കിൽ ആ നവോത്ഥാനമായിരുന്നു കേരളത്തിലെ 500 വർഷം മുമ്പ് കെട്ടിപ്പടുക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഇത് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാടാണ്. തിരൂരിൽ വെച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയത്. രാമായണം എഴുതിയ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമായണം എഴുത്തച്ഛൻ എഴുതുന്നതിന്റെ ധൈര്യം കിട്ടിയത് പല സ്ഥലത്തും അദ്ദേഹം ഇരുന്ന് നോക്കി രാമായണം ഒന്ന് എഴുതാൻ. പക്ഷെ പോർച്ചുഗൽ പടയെ ഭയപ്പെട്ടത് കൊണ്ട് എഴുത്തച്ഛന് രാമായണം എഴുതാൻ ധൈര്യം കിട്ടിയില്ല. അവസാനം കോഴിക്കോട്ട് കുഞ്ഞാലിമരക്കാർ പോർച്ചുഗലിനെതിരെ സമര പോരാട്ടത്തിന്റെ നായകത്വം ഏറ്റെടുത്തു എന്ന് കേട്ടപ്പോഴാണ് തിരൂരിൽ വന്നുകൊണ്ട് ചന്തി നിലത്ത് ഉറപ്പിച്ചിരുന്നു കൊണ്ട് എഴുത്തച്ഛൻ രാമായണം എഴുതി തീർത്തത് എന്നും പറയുന്നത് ഹിന്ദു ചരിത്രകാരന്മാരാണ്. എഴുത്തച്ഛന് രാമായണം എഴുതാനുള്ള ശക്തി കൊടുത്തത് മുസ്ലിം പടയാളികളാണ്.
ആ എഴുത്തച്ഛന്റെ കഥ പറയുന്ന തിരൂരിൽ നവോത്ഥാനത്തിന്റെ രജതരേഖ സൃഷ്ടിക്കുന്നതിൽ എഴുത്തച്ഛന്റെ സ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ ഒരുക്കി കൊടുത്തത് സുന്നി ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളല്ലേ നവോത്ഥാന നായകന്മാർ. മഹാനായ ശൈഖ് സൈനുദ്ദീൻ മുഹമ്മദ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൗഫയെ പുനർവായന നടത്തുന്ന നദ്വത്തുകാരുണ്ട്, ഹിസ്റ്ററി കോൺഫറൻസ് നടത്തുന്ന ജമാഅത്തുകാരുണ്ട്. പക്ഷേ ആ ശൈഖ് സൈനുദ്ദീൻ മുഹമ്മദ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തൗഫയെ അംഗീകരിക്കുന്നവർ അദ്ദേഹത്തിന്റെ മങ്കൂസ് മൗലൂദിനെ തള്ളുന്നത് വിരോധാഭാസമാണ്. മങ്കൂസ് മൗലൂദ് ബഹുമാനപ്പെട്ടവർ എഴുതിയതാണ്. ആ മങ്കൂസ് മൗലൂദ് എഴുതുന്ന ആത്മീയ ചേതോവികാരത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതാൻ ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന് ആവേശം കിട്ടിയത് എന്ന ബോധം ഇവർക്കുണ്ടാകണം. സുന്നി ആയതുകൊണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ ഇൽമ പകർന്നു കൊടുത്തത് കൊണ്ടുമാണ്. ഒന്നാമത്തെ കേരളത്തിന്റെ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് മലയാള ഭാഷയിലെ ആദ്യത്തെ ഗ്രന്ഥമേതാ? അത് മുഹിദ്ദീൻ മാലയാണ്. ഈ മുഹിദ്ദീൻ മാല എഴുതിയ ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖുതുബത്തുൽ ജിഹാദിയ ചിലർക്ക് സിലബസിന്റെ, ചിലർക്ക് പ്രബന്ധത്തിന്റെ പ്രമേയമാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഫതുഹുൽ മുബീൻ ചിലർക്ക് ഹിസ്റ്ററി കോൺഫറൻസിന്റെ പ്രബന്ധമാണ്. എന്നാൽ മുഹിദ്ദീൻ മാല അവർക്ക് ശിർക്കാണ്. മുഹിദ്ദീൻ മാലയല്ലേ കേരളത്തിന്റെ മലയാള ഭാഷയുടെ ആദ്യത്തെ ഗ്രന്ഥം? മുഹിദ്ദീൻ മാലയുടെ 450 വാർഷികം മോയിൻകുട്ടി വൈദ്യ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തിയപ്പോ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാള ഭാഷയുടെ കുലപതി, സാഹിത്യത്തിന്റെ സാമ്രാട്ടായിരുന്ന സാക്ഷാൽ സുകുമാർ അഴീക്കോട് പറഞ്ഞതെന്താ? ജ്ഞാനപ്പാനക്കായാൽ പോലും മുഹിദ്ദീൻ മാലയ്ക്ക് പകരം വെക്കാനുള്ള സാഹിത്യത്തിന് കഴിയില്ല. മുഹിദ്ദീൻ മാല എന്നും ആരടാ എന്ന് ചോദിക്കുന്ന മുമ്പിൽ ഞാനടാ എന്ന് പറയാനുള്ള സാഹിത്യമായ ഒന്നാം സ്ഥാനം മുഹിദ്ദീൻ മാലക്കാണ്. ആ മുഹിദ്ദീൻ മാല എഴുതിയതാരാ? ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ മുഹിദ്ദീൻ മാലയുടെ വ്യാഖ്യാനം എഴുതിയതാരാ? ബഹുമാനപ്പെട്ട MP മുസ്തഫ അൽ ഫൈസി. ഇനി കേരളത്തിന്റെ സുന്നികളുടെ വീടുകളിൽ മാത്രമല്ല, വിമർശനാത്മകമായിരിക്കുന്ന പഠനത്തിന് വേണ്ടി ഇരുത്തം വന്ന എഴുത്തുകാർ പോലും അവരവരുടെ ഗ്രന്ഥശേഖരങ്ങളിൽ മുഹിദ്ദീൻ മാല വ്യാഖ്യാന ഗ്രന്ഥം മുസ്തഫ അൽ ഫൈസിയുടെ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഹിദ്ദീൻ മാലയാണ് കേരളത്തിലെ ആദ്യ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ മലയാള ഭാഷാ ഗ്രന്ഥം. ആ മുഹിദ്ദീൻ മാല എഴുതിയിട്ടുള്ളത് ഇസ്ലാമിന്റെ അത്തുകത്തുനിന്ന് കൊണ്ടല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സമര പോരാട്ടം, വൈദേശികാധിപത്യത്തിനോടുള്ള സമരം മാത്രമല്ല ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റേത്. മുഹിദ്ദീൻ മാല എഴുതാനുള്ള ആത്മീയ നീരുറവ അവിടെയാണ് സുന്നി, അതാണ് നവോത്ഥാനം. മമ്പ്രം സയ്യിദ് അലവി തങ്ങള് അദ്ദേഹം പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ മുഴുവനും തന്റെ മതക്കാർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തിന്റെ പൗരന്മാരായ ഈഴവ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദിച്ചു. തൊട്ടുകയറായ്മക്കെതിരെ അദ്ദേഹം ശബ്ദിച്ചു. നടന്നു പോകുന്ന വഴിയിൽ ഈഴവ സ്ത്രീകൾ മാറുമറക്കാതെ കണ്ടപ്പോൾ പടവാളേന്തിക്കൊണ്ട് അവർക്ക് മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ അബുൽ ഫതഹ് അലി ടിപ്പു സുൽത്താൻ നവോത്ഥാന നായകന്മാരല്ലേ? ആ നായക പട്ടികയിലേക്കാണ് സുന്നികൾ നാളിതുവരെ സമൂഹത്തെ കൊണ്ടുവന്നത്. അവിടെയാണ് 100 കൊല്ലത്തിന്റെ അപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നവോത്ഥാനത്തെ ആരംഭിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് വിമർശിക്കപ്പെടാറുണ്ട്. സമസ്തക്കാർ എഴുത്തുമാനെയും തടഞ്ഞവരാണ് സ്ത്രീകളുടെ. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അത്തരം ജൽപ്പനങ്ങൾ ചർവണം ചെയ്യപ്പെട്ടാലും മറുപടികൾ പലപ്പോഴും അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് കൈവരിച്ച വലിയ നേട്ടം നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളുണ്ട്. അവിടെയാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന ഉലമ ഉമറ സഹകരണം. ആ ഉലമ ഉമറ സഹകരണത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേരളത്തിലെ 2 സംവിധാനങ്ങളുടെ ചേർന്ന് നിൽപ്പാണ്. ഇപ്പൊ ആശയപ്രചരണവുമായി ചില ആളുകൾ പറയാറുണ്ട്. ചിലരുടെ ആശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം എന്ന സങ്കല്പമാണ്. അരുത് എന്നെ പറയാനുള്ളൂ. സുന്നി മൽ ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട യു ഷാഫി ഹാജി ഇവിടെ പറഞ്ഞു, അകത്തുള്ളവരെ പുറത്താക്കാനല്ല ആദർശ പ്രചരണം, പുറത്തുള്ളവരെ അകത്താക്കാനായിരിക്കണം എന്ന ഷാഫി ഹാജിയുടെ വ്യക്തമായിരിക്കുന്ന ചില പരാമർശം അടിവരയിടേണ്ടതാണ്. ഞങ്ങൾ അതിന് അടിവരയിട്ടുകൊണ്ട് പറയും, അകത്തുള്ളവരെ പുറത്താക്കാനല്ല ആദർശ പ്രചരണം, പുറത്തുള്ളവരെ അകത്തെ കൊണ്ടുവരാനാണ് ആയിരിക്കണം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ.
കുറച്ചാളുകളെ കൂടെ സുന്നികളിലേക്ക് വരാനാണ്. ഇവിടെ എല്ലാം നിറഞ്ഞു, കുറച്ചാളെ ഞങ്ങൾ തൊട്ടി തറപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ സുന്നി അല്ലാണ്ടാക്കുക. ആ രീതി ആദർശ പ്രചരണമല്ല. ഇവിടെ പരസ്പരം സഹകരിച്ചു കൊണ്ടുപോകുന്ന മേഖലയുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മാഗ്ന കാർട്ട പോലെ ഉയർന്നിൽക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്, രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. ഞങ്ങൾ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും പോയിട്ടുണ്ട് കഴിഞ്ഞ മാസം. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകുന്ന സൂചന എന്താ വ്യക്തമായി നമുക്കറിയാമല്ലോ. ആ റിപ്പോർട്ട് മതി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ലോകാവസാനം വരെ ഇന്ത്യ ഓർക്കാൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഓർക്കാൻ. ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് നിയമിച്ച സമിതിയാണ് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി. ആ റിപ്പോർട്ടിൽ പറയുന്നു, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എല്ലാ ഭാഗത്തും ശോചനീയാവസ്ഥയിലാണ്. ഉത്തരേന്ത്യയിൽ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, ആരോഗ്യപരമായി എല്ലാ മേഖലയും പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ എവിടെയാണോ ടാറിട്ട റോഡ് അവസാനിക്കുന്നത് അവിടെ തുടങ്ങും ഒരു മുസ്ലിം ഗ്രാമം. പശ്ചിമ ബംഗാളിൽ എവിടെയാണോ കറണ്ട് ഇല്ലാത്ത വീട് അതൊക്കെ മുസ്ലിം വീടായിരിക്കും എന്ന് പറഞ്ഞത് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടാണ്. 35 കൊല്ലക്കാലം പ്രതിപക്ഷം പോലും ക്രിയാത്മകമാവാതെ ഏകാധിപത്യത്തിൽ ഭരിച്ചിരുന്ന ജ്യോതി ബസുവിന്റെ CPM-ന്റെ കോട്ട കൊത്തളമാകുന്ന സാക്ഷാൽ പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിൽ മുസ്ലിം ഗ്രാമത്തിൽ റോഡ് ടാർ ചെയ്യില്ല. ആ പശ്ചിമ ബംഗാളിൽ മുസ്ലിമിന്റെ വീടുകൾ വൈദ്യുതീകരിക്കില്ല. ആ പശ്ചിമ ബംഗാളിൽ മുസ്ലിമീങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടൂല. അങ്ങനെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു പശ്ചിമ ബംഗാൾ. ബീഹാറും തദൈവ, ആസാമും കൂടെ നിൽക്കുന്നു. പിന്തള്ളപ്പെട്ടിന്റെ പെരുമ്പട്ടികയിൽ പൊറുതിമുട്ടുന്ന നാടാണ് ഉത്തരേന്ത്യയിലെ സകലമാന സംസ്ഥാനങ്ങളും. എന്നാൽ തമ്മിൽ ഭേദം കേരളമാണ്. ഒരുപാട് പോരായ്മകളുണ്ട് കേരളത്തിന്. ഒരുപാട് തിരിച്ചുകൊണ്ട് വരവലുകൾ ആവശ്യമുണ്ട്. നിരവധി സംവരണ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെത്തിയിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്ക് പിന്നോക്കാവസ്ഥയുണ്ട് കേരളത്തിൽ. എന്നാൽ പോലും തമ്മിൽ ഭേദം കേരളമാണ് ഉന്നമനം. സാക്ഷരതയില്ലാത്തവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് 0 പോയിന്റ് ആണ്. നിരക്ഷരരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയാണെങ്കിൽ അതിന്റെ അവസാന ഭാഗത്ത് രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങളും മേഘഖണ്ഡമായി ഒരു ഭാഗം എഴുതി വെക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഉത്തരേന്ത്യയിൽ കൊണ്ട് വ്യത്യസ്തമായി കേരളം ഉന്നമനം നേടിയത്. മറ്റെല്ലാ സ്റ്റേറ്റുകളിൽ കൊണ്ടും വ്യത്യസ്തമായി കേരളം നവോത്ഥാനം നേടിയതിന്റെ പ്രധാന ശക്തി 1 കാര്യക്ഷമതയുള്ള മദ്രസകളാണ്. 2 ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിലിന്റെ രാഷ്ട്രീയപരമായ അവബോധമാണ്. ഞങ്ങൾ അതിനെ രണ്ടും ചേർത്ത് ഇങ്ങനെ വായിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. വളരെ വ്യക്തവും സ്വസ്ഥവുമായിരിക്കുന്ന നിലപാടാണത്. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ 2 ശക്തികൾ ചേർന്നതുകൊണ്ട് അതാ ഉലമ ഉമറ ബന്ധം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും ചേർന്ന് നിൽപ്പ്. അതാണ് നമ്മൾ ഉത്തരേന്ത്യയുടെ അധപ്പതനത്തെ ഏൽക്കാതെ പോവാനും കരുത്തുറ്റ നവോത്ഥാനം നേടാനും സാധ്യമായതെങ്കിൽ ആ ബന്ധം നിലനിർത്തണം. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ, സമസ്തക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കൂടെ നിന്നവർ രാഷ്ട്രീയപരമായ ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നു തന്നെയാണ്. ആർക്ക് നിഷേധിക്കാൻ സാധിക്കുക? രണ്ടാമതും ഭരണം കിട്ടിയവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യപരമായ ഭരണമല്ല. അവരുടെ ഭരണത്തിൽ കിട്ടേണ്ടത് മുസ്ലിം സമുദായത്തിന് കിട്ടിയിരിക്കണം, ചോദിക്കേണ്ടത് ചോദിച്ചിരിക്കണം. പക്ഷെ അപ്പോഴേക്കും എല്ലാം ഒരു സമവായം ഉണ്ടാക്കുക, എല്ലാവരോടും സമദൂരമാവുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുന്ന മുഖം സമസ്ത പരിചയപ്പെട്ടിട്ടില്ല. സമസ്തക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ മുസ്ലിം ലീഗുമായി സമസ്തക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം പതിറ്റാണ്ടുകളുടെ മുമ്പിലുള്ള ബന്ധമാണ്. അത് സൗഹൃദപരമായിരിക്കുന്ന ബന്ധമാണ്. ആ ബന്ധം കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് നേട്ടമുണ്ടായിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, സമസ്തയുടെ മദ്രസകൾ പലരും പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോ അന്ന് നെഞ്ചു വിരിച്ചു കൂടെ നിന്നവരും പണം ചെലവഴിച്ചവർ, മക്കൾ കഞ്ഞി കുടിക്കേണ്ട പണം, ആ പണം പോലും കോടതി വരാന്തകളിൽ കയറി വക്കീൽമാർക്ക് കൊടുക്കേണ്ട വിധത്തിൽ കൊടുത്തിട്ട് സമസ്തയ്ക്ക് വേണ്ടി മദ്രസകൾ സമസ്തയുടേതാക്കി നിലനിർത്തിയതും രാഷ്ട്രീയപരമായ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന്റേതാണ്. അവരും സമസ്തക്കാർ തന്നെയാണ്, സമസ്തക്കാരായിട്ടുള്ളവർ തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയപരമായ സംഘശക്തിയും ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവരുടെ ഭരണ സൗകര്യവും സമസ്തയുടെ പ്രവർത്തനത്തിനും പ്രചാരത്തിനും ഉയർച്ചക്കും കാരണമായി.
മുസ്ലിം ലീഗിന്റെ പ്രതിസന്ധി നേരിട്ട സമയത്ത് ആ പ്രതിസന്ധിയെ പരിഹരിക്കാനും മറ്റുള്ളവരെ പ്രതിരോധിക്കാനും സമസ്തയുടെ പ്രവർത്തകന്മാരുടെയും നിലപാടുകൾ ശക്തമായി. അതാണ് അങ്ങുമിങ്ങുമുള്ള ചേർത്തുനിൽപ്പ്. അതാണ് സമദ് സാഹിബും പറഞ്ഞത്. ഈ സഹകരണമാണ്. അതിനൊന്നും അരുതായ്മ എന്ന് പറഞ്ഞവരോട് പോകാൻ പറഞ്ഞതാണ് പഴയ കാലഘട്ടത്തിന്റെ ചരിത്രം. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കേണ്ട ആളുകളെ ഒന്നും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട് വലിയങ്ങാടിയിലെ പുഴവക്കത്തെ പള്ളിയാണ്. കഴിഞ്ഞ 10-25 കൊല്ലമായി അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അവിടുത്തെ ഖത്തീബാ ഞാൻ. ആ പള്ളി ഉണ്ടാക്കിയത് ആരാന്നറിയോ? ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആ പള്ളിയിൽ ആദ്യം ഇമാമത്ത് നിന്നത്, ജുമയ്ക്ക് നേതൃത്വം കൊടുത്ത ഇമാമത്ത് നിന്നത് മഹാനായ ബാഫഖി തങ്ങളാണെങ്കിൽ അവിടെ ഖുത്ബ നിർവഹിച്ച ആദ്യത്തെ ഖത്തീബ് മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന മഹാനായിരിക്കുന്ന മനുഷ്യനാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയുടെ സനദദാനം നിർവഹിച്ചത് ഖായിദ മില്ലത്തല്ലേ? എന്റെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു. ബാഫഖി തങ്ങളുള്ള വേദിയിൽ വെച്ചുകൊണ്ട് ഖായിദ മില്ലത്തിന്റെ സനദദാനം നിർവഹിക്കാൻ ആലിമീങ്ങൾ സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അസ്പൃശ്യതയോടെ കാണേണ്ടതല്ലെന്നും അതിന്റെ നായകത്വം കേവലം ഒരു രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളേണ്ടതല്ലെന്നും അന്ന് ആലിമീങ്ങൾക്കുണ്ടായിരുന്നല്ലോ ആ ബോധം. എന്റെ ചിലർക്കതില്ലാതെ പോയത്. ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഇല്ലാതെ പോയവരെയാണല്ലോ നമ്മൾ പടിക്ക് പുറത്തു നിർത്തിയത്. അവർ വഴിയിൽ ഇട്ടേച്ചു പോയ ബാണ്ഡവം പേറാനാണ് ചിലർക്ക് വിധിയെങ്കിൽ അവരെ സംബന്ധിച്ചുകൊണ്ട് സഹതാമമേ ഉള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ രാഷ്ട്രീയപരമായി കാണണ്ട. സഹകരണത്തിന്റെ ഭാഷകളാവാം, പരസ്പരമുള്ള പാരസ്പര്യത്തിന്റെ ഭാഷകളാവാം. ഈ സഹകരണമല്ലേ നമ്മൾ നാളിതുവരെ തുടർന്നു പോന്നിട്ടുള്ളത്? അതിനടിസ്ഥാനത്തിലല്ലേ നമ്മുടെ പ്രവർത്തകങ്ങൾ ഉണ്ടായത്? ഞാൻ നീണ്ടുപോകുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം പറയട്ടെ. 1937 മദിരാശി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഡിവിഷനിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയപരമായി സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ്. അന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇല്ല. 1947 മുമ്പാണ്. 1937 മദ്രാശി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി 3 പാർട്ടിയുടെ പിൻബലത്തോടു കൂടി മത്സരിക്കുന്നത് ബി പോക്കർ സാഹിബ് എന്ന ഉരുക്കു മനുഷ്യനാണ്. പോക്കർ സാഹിബിന്റെ പാർട്ടി പിൻബലം എന്താ? ഒന്ന് സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ്, മറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മറ്റൊന്ന് മുഷാവറ, മജ്ലിസ് മുഷാവറ. ആ 3 പാർട്ടിയുടെ പിന്തുണയോടുകൂടി പോക്കർ സാഹിബ് മത്സരിച്ചു. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ. ആറ്റക്കോയത്തങ്ങൾ സർവ്വ സ്വതന്ത്രനാണ്. ഒരു പാർട്ടി ചിഹ്നമില്ല, ഒരു പാർട്ടി പതാകയില്ല, ഒരു ദേശീയ പിൻബലമില്ല. സ്വതന്ത്രനാണ്, 100% ഒറ്റയാണ്. അദ്ദേഹം മത്സരിച്ചു. പോക്കർ സാഹിബ് എതിർ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ വിജയിക്കുകയും ബി പോക്കർ സാഹിബ് പരാജയപ്പെടുകയും ചെയ്തു. എന്റെ കാരണം ബഹുമാനപ്പെട്ട പോക്കർ സാഹിബിന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആറ്റക്കോയത്തങ്ങൾക്കുള്ള ഒരു കാര്യം പോക്കർ സാഹിബിന് ഇല്ലായിരുന്നു. അതെന്താ? ആറ്റക്കോയത്തങ്ങൾ എവിടെയെല്ലാം ജനങ്ങളോട് വോട്ട് ചോദിച്ചു പോകുന്നുവോ അവിടെയെല്ലാം മുന്നേ നടന്നുപോയ മഹാനായ ഒരു മനീഷിയുണ്ട്. നീണ്ട തലപ്പാവ് ധരിച്ച, നിസ്കാര തടമ്പുള്ള, വട്ടത്താടിയുള്ള, ആഹാര വടിവുള്ള, ജുബ്ബയും തസ്ബീഹുമാലയും സദാ തന്റെ കൂടെ കരുതുന്ന മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ പോക്കർ സാഹിബിന് തോൽക്കേണ്ടി വന്നത്. അതായിരുന്നു ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്. ഈ തിരിച്ചറിവ് ആദ്യമുണ്ടായത് 1948 രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയതോടുകൂടി പ്രിയപ്പെട്ട ഖായിദ മില്ലത്ത് തന്റെ നാട്ടിൽ പാട്ടിന്റെ പതാക കുത്തുന്നതിന് മുമ്പേ ഓടി വന്നത് കോഴിക്കോട് പാണ്ഡ്യാലക്കലേക്കാണ്. ആ ബന്ധമാണ് അവിടെ ജുമ നിർവഹിക്കാൻ, ഖുത്ബ നിർവഹിക്കാൻ ഖായിദ മില്ലത്തിന് ബാഫഖി തങ്ങൾ തെരഞ്ഞെടുത്തത്. ബാഫഖി തങ്ങൾ നേരെ വരുന്നു. കൂടെ സീതി സാഹിബുണ്ട്, കൂടെ ഉപ്പ് സാഹിബുണ്ട്, കൂടെ പോക്കർ സാഹിബുണ്ട്. എല്ലാവരും ഉള്ള സമയത്ത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ ഖായിദ മില്ലത്ത് പറയുന്നു, തങ്ങളെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറവിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മലബാർ ലീഗിന്റെ അധ്യക്ഷനായി ഞങ്ങൾ അങ്ങയെ കാണുകയാണ്. അതുകൊണ്ട് അങ്ങ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവണം, മലബാർ ലീഗിന്റെ പ്രസിഡന്റ് ആവണം. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ പറഞ്ഞു, ഖായിദ മില്ലത്തെ, അങ്ങയും ഞാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അങ്ങ് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം.
പക്ഷെ രാഷ്ട്രീയപരമായ ഒരു കാര്യത്തിൽ നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയ ബോധം, ആ രാഷ്ട്രീയമായ അറിവ് എനിക്കില്ലല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ എവിടെയും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സീരി സാഹിബിനെ നേതാവാക്കിക്കോളൂ, ഞാൻ കൂടെ നിൽക്കാം. ആരാ സീരി സാഹിബ്? ബഹുഭാഷ പണ്ഡിതനാണ്. ആ സീരി സാഹിബ് മറ്റൊരു ആദർശത്തിന്റെ വിശ്വാസിയാണ്. ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ആക്കൂ. ബഹുമാനപ്പെട്ട ഖായിദമില്ലത്ത് പറഞ്ഞു, അല്ല, സീരി സാഹിബ് ജനറൽ സെക്രട്ടറി ആവും, ഉപ്പി സാഹിബ് വൈസ് പ്രസിഡന്റ് ആവും, പോക്കർ സാഹിബ് ജോയിന്റ് സെക്രട്ടറി ആവും, പ്രസിഡന്റ് അങ്ങാവണം തങ്ങളെ. അതാണ് ഹൈറെങ്കിൽ, സമുദായത്തിന് അത് ഗുണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആ ആത്മീയരുടെ നീരുറവയിലാണ് മുസ്ലിം ലീഗ് ഈ കേരളക്കരയിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ളത്. ആ ബന്ധമാണ് അന്നും ഇന്നും ഉള്ളത്. ആ ബന്ധമാണ് കൊടപ്പനക്കൽ തറവാട് എന്നും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ സോഷ്യൽ മീഡിയ ട്രോളാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവരോട് പറയട്ടെ, ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഭാഗമാണോ അത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ പണ്ഡിത സഭ ഇവിടെയുണ്ട്. ഇനിയിപ്പോ തുടങ്ങും പ്രശ്നങ്ങൾ പറയാൻ. നിങ്ങൾ എങ്ങനെയാണ് സമസ്ത അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയ മുസ്തഫൽ ഫൈസിയെ തിരുവിൽ കൊണ്ടുവരിക? സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാർക്ക് വരും, ഞങ്ങൾക്ക് അവരോടൊരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി ഇങ്ങനെയാണ്: അരുതായ്മയാണതെങ്കിൽ പരിഹരിക്കാൻ ഇവിടെ സഭയുണ്ട്, നിങ്ങളുടെ തിട്ടുരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മാത്രമാണ്. സമസ്ത നേതൃത്വം പറയും എന്ത് വേണം. അവർ പറയുന്നതും അവർ ചിന്തിക്കുന്നതും അവർ നിർദ്ദേശിക്കുന്നതും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സുന്നി പടയണി കേരളക്കരയിൽ സജ്ജമാണ്. അല്ലാതെ നിങ്ങളുടെ പുതിയ മുഫ്തിമാരുടെ ഫത്വ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പരിഹാരം അവർ കണ്ടോളും, ചർച്ച അവർ ചെയ്തോളും. ഒന്നും കാണാതെ മുസ്തഫൽ ഫൈസിയും വരൂല്ല. അള്ളാഹു എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു തരട്ടെ. ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല. അപ്പൊ സമസ്ത നേതൃത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ആ നേതൃത്വം കൊണ്ടുണ്ടാകുന്ന സമയത്ത് ഇല്ലാത്ത ചില പ്രചരണം നടത്തേണ്ട കാര്യമില്ല. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് തങ്ങന്മാർ എന്തെങ്കിലും വിഷയം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുക, അതിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങളാവാൻ പാടില്ല. സംഘടനാപരമായ കാര്യങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട വേദികൾ ഉത്തരവാദിത്ത ബോധത്തോടെ പറയാം. അതിലപ്പുറം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളെല്ലാം അപകടമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മുജാഹിദിന്റെ മയ്യിത്ത് നിസ്കാരം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ നിർവഹിച്ചു. വീട്ടിൽ പോയിട്ട് മയ്യിത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരെ. ആദ്യം നമ്മൾ പാണക്കാട് തങ്ങന്മാരുടെ സ്റ്റേജും വേദിയും സദസ്സും സമയവും പഠിക്കണ്ടേ? ഇതൊരു ചെറിയ സമയത്താണെങ്കിൽ ഇതിനേക്കാൾ വലിയ ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് പാണക്കാട് തങ്ങന്മാരുണ്ടായിരുന്നല്ലോ. അബൂഖാദർ നുക്കുട്ടി നഹയുടെ, പി സീതി ഹാജിയുടെ, മങ്കട് അബ്ദുൽ അസീസ് മൗലവിയുടെ, അവരുടെ കമൈ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് പാണക്കാട് തങ്ങന്മാരായിരുന്നല്ലോ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അന്ന് ചില ആളുകൾ പറഞ്ഞു മുജാഹിദിന്റെ വിദഗ്ധക്കാരനെ മയ്യ നിസ്കരിക്കാൻ പാടില്ല. അന്ന് മറുപടി കൊടുത്തത് ഞാനും നിങ്ങളുമാണ്. സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരോട് പറയട്ടെ, നിങ്ങൾക്കൊരു പക്ഷേ ചരിത്രം അറിയില്ല, ഒരാവർത്തിയെങ്കിലും വായിക്കണം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും വാക്കോട് ഉസ്താദും എഴുതി വെച്ച സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പുസ്തകം. പണ്ട് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ മുജാഹിദുകളെ മൈനിസ്കരിച്ചു എന്നതിന്റെ പേരിൽ ആക്ഷേപവുമായി വന്നപ്പോ അതിന് മറുപടി പറഞ്ഞവർ നമ്മൾ ഒന്നിച്ചാണ്. എന്തായിരുന്നു? ജനാബ് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അന്ന് നിസ്കരിച്ചത് ചേപ്പാലയിലെ അബ്ദുറഹിമാൻ മാസ്റ്റർ എന്ന നവീനാശയക്കാരനായ മുജാഹിദുകാരന്റെ മയ്യത്താണ്. നിസ്കരിച്ചില്ല എന്ന് ചോദിച്ചത് സമസ്തയിലെ പ്രശ്നങ്ങൾ എന്ന പുസ്തകത്തിൽ അമീദ് വൈസി അമ്പലക്കടവാണ്, വാക്കോട് മുഹദിക്കുട്ടി മുസ്ലിയാരാണ്. ഞാൻ പാണക്കാട് തങ്ങളെ ആക്ഷേപിക്കാൻ മൈനിസ്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾക്ക് നേരെ ആക്ഷേപത്തിന്റെ പെരുമഴ ഉയർത്തുന്നവർ പറയട്ടെ, നേരെ കിട്ടുന്ന സമയത്ത് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം എന്ന് മാത്രമാണ്. മറുപടി അവിടെ കിട്ടും നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ട പോലെ കൂട്ടാമെന്നല്ലാതെ അതിലപ്പുറമൊന്നുമില്ല. അത് സ്വാഭാവികം മാത്രമല്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ മയ്യിസ്കരിച്ചത് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫിർ മുത്തുക്കോയ തങ്ങളാണ്. ചില ആളുകൾ അതും ആക്ഷേപിച്ചുകൊണ്ട് പറയേണ്ടി വരുന്നത്, ഇങ്ങ് പറയുമ്പോ അങ്ങ് തിരിച്ചു പറയും, എന്തിനാണ് ഇത് വിഴുപ്പലക്കൽ ഉണ്ടാകുന്നത്? അവർക്കൊക്കെ അത് ആവശ്യമായി വരും ചില സന്ദർഭത്തിൽ. അതിന്റെ അർത്ഥം സകലമാന മുജാഹിദുകളും സകലമാന ജമാഅത്തുകാരോടും ലോകം കൂടണമെന്നും
അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കണമെന്നും അതിനർത്ഥമില്ല. നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ചിലർക്ക് സാധാരണക്കാർക്കും അതൊക്കെ വിഷയാധിഷ്ഠിതമായി സാന്ദർഭികമായി കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമെന്നല്ലാതെ അത് വിമർശിക്കുവാനും ആക്ഷേപിക്കാനും വേണ്ടി മുന്നോട്ട് പോകണ്ട. പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സുന്നിയത്തില്ല എന്ന് പറയുന്നവരാ. കൊടപ്പനക്കൽ തറവാടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കേന്ദ്ര എന്ന് മനസ്സിലാക്കണം. നമ്മൾ പലരും പ്രസംഗിക്കുന്നവരാ, നമ്മൾ പലരും കിതാബ് ഓതി കൊടുക്കുന്നവരാ സുന്നത്ത് ജമാഅത്ത്. പക്ഷേ അതിലപ്പുറത്ത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ സുന്നത്ത് ജമാഅത്ത് ചേർത്ത് വെച്ച് കൊടുക്കുന്ന തറവാടിന്റെ പേര് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് എന്നാണ്. ഉറുക്കും നൂലും ഏലസും കെട്ടണമെന്ന് നിർദ്ദേശിച്ചു കൊടുത്ത്, വെള്ളം മന്ത്രിച്ചു കൊടുത്ത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുന്ന കുടുംബമാണ് പാണക്കാട് കൊടപ്പനക്കൽ കുടുംബം. നമുക്കറിയാം, മലപ്പുറത്ത് കോഴിക്കോട് വലിയൊരു സമ്മേളനം നടന്നു. മുസ്ലിം ലീഗ് നടത്തിയത് വിഷയം ഫലസ്തീന്റെ വിഷയം. ഗസയിലെ മക്കളോട്, ഫലസ്തീന്റെ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിയ ദേശീയമല്ല അന്തർദേശീയ തലത്തിൽ എടുത്തു പറയാവുന്ന ഒരു വമ്പിച്ച റാലി. ആ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ദുആ. ആ ദുആയുടെ ആമുഖത്തിൽ മഹാനവറുകൾ ഓർമ്മയിൽ കിട്ടാവുന്ന ഔലിയാക്കന്മാരെ, മശായിഖന്മാരെ, ആരിഫീങ്ങളെ വിളിച്ചുകൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഫലസ്തീന്റെ മക്കളെ രക്ഷിക്കണേ, ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഗസയ്ക്ക് മോചനം നൽകണേ, ഫലസ്തീന് മോചനം നൽകണേ, ബൈത്തുൽ മുഖദ്ദസിനെ തിരിച്ചു തരണേ എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ലക്ഷക്കണക്കിന് ജനാവലിയെ മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ, പാണക്കാട് തങ്ങളെ, നിങ്ങൾ സുന്നി പ്രാർത്ഥന നടത്തിയത് നിങ്ങൾക്ക് കോമൺ ദുആ അറിയാം, അങ്ങനെ ചെയ്താൽ മതി, ഞാനും ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി ജനറൽ സെക്രട്ടറി PMS സലാം സാഹിബ് മുന്നോട്ട് വന്നില്ല. വന്നാൽ നടക്കൂല. സുന്നത്ത് ജമാഅത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത മഹാന്റെ പേരാണ് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് ആ തങ്ങൾക്ക് സുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് പറയാവുന്നത്, ശത്രുക്കൾ ഇതുവരെ ഉപയോഗിച്ച ആയുധമാണ് നിങ്ങൾ എടുത്തു ധരിക്കുന്നത്. ദയവായി അവസാനിപ്പിക്കുക. ഒന്നിച്ചു നിൽക്കണം. നമുക്ക് പാണക്കാട് കുടുംബം വേണം. സംസ്ഥാന നേതൃത്വം സയ്യിദുൽ ഉലമയാണ്, സമസ്തയുടെ നേതൃത്വം ഷെയ്ഖുൽ ജാമിയാണ്, ഉമ്മത്തിന്റെ നേതൃത്വം മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. മഹാനായ KT ഉസ്താദ്, ബഹുമാനപ്പെട്ട MT ഉസ്താദ് പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന്റെ 3 അടുപ്പ് കല്ലുകളാണ് മുസ്ലിം ലീഗും സമസ്തയും പാണക്കാട് കുടുംബവും. ആ 3 അടുപ്പും കല്ലും ചേർത്ത് നിന്ന് ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കടുകക്കണ്ണുമായി നടക്കുന്ന സകലമാന ഗദ്വത്ത്, മുജാഹിദ്, ബിദഈ, വിഘടിത, കമ്മ്യൂണിസ്റ്റ്, ചവറി, ചണ്ടി പണ്ടാരങ്ങളെ മുഴുവനും പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒരൊറ്റ ബെൽറ്റായി മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു തെളിച്ചു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.